യാത്രയിലുടനീളം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരാൾ മനാഫ്കയാണ്. അത്രയും ഒരു നിശ്ചയദാർഢ്യം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. സംസാരവും പിന്നീട് അവനെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടതൊക്കെ അതെങ്ങനെ യഥാർത്ഥത്തിലുണ്ടായി? അതൊരു സാധാരണക്കാരനല്ലേ നമ്മൾ. സാധാരണക്കാരൻ ഒരു വാക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ വാക്കുമായിരിക്കില്ല. വാക്ക് കൊടുക്കുന്നത്, വാക്ക് എന്നുള്ള വേർഡ് വളരെ സിമ്പിളാണ്. പക്ഷെ ആ വേർഡ് അനർത്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, അത് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭയങ്കര വലിയ പെയിനുണ്ട്. ആ പെയിന് അത് പിന്നെയും മനസ്സിലേക്ക് വന്നു പോകണം. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ കാല് നോക്കി, കളറ് വരെ ശരീരത്തിൻ്റെ മാറി. മഴ ഓർമ്മയില്ലേനും വെയിൽ ഓർമ്മയില്ലേനും ഒന്നും ഓർത്തില്ല, ഫാമിലി ഓർത്തില്ല. ഒരേ വാശി കിട്ടണം എന്നുള്ളത്. ഇതിനാര് തടസ്സം നിൽക്കണതോ ഓരോടൊക്കെ ഞാൻ പിണങ്ങേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലറിയാം കിട്ടും, 100% കിട്ടും. ഞാൻ ആ പൊന്തിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കാണാതാണ് പറഞ്ഞത്. എൻ്റെ വിശ്വാസം ചെയ്യുന്നത് ആ വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ടെന്ന്. എനിക്കൊരു ഫോൺ വന്നിട്ടൊന്നുമില്ല. ഞാൻ നിൽക്കണ ഗംഗാവലി പോയതിൻ്റെ തീരത്താ. ആ വണ്ടി പൊന്തുമ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കോളി അർജുനുണ്ട് എന്നുള്ള. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ആണ്. ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട്. ഒരു ഉത്തരത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. തീർച്ചയായിട്ടും 72ാമത്തെ ദിവസം അവനെ കിട്ടുന്നത്. ഈ 72 ദിവസം എന്ന് പറയുന്നത് 72 കൊല്ലത്തിന് സമയം. നിരന്തര അപമാനവും അവഹേളനയും അതേമാതിരി തന്നെ തല്ലലും. ശരീരത്തിനേറ്റതിനെക്കാട്ടിയും വേദന മനസ്സിനേറ്റവും മുറിവ്. തുറന്നു ചോദിക്കുകയാണ്, കാരണം ഇതിനിടയ്ക്കും പല കുത്തുവാക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടായിരുന്നു. നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് സ്നേഹമാണ്. അതായത് എന്തും സ്നേഹത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മളെ അടിച്ചോട്ടെ. ഞാൻ വീണ്ടും പറയണത്, അങ്ങനെ ഒരു പൂതിയുണ്ട്, അടിച്ചു തീർത്തോളി എന്ന് തന്നെ പറയുന്നത്. പകരം നമ്മൾ ഓനെ എടുത്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു പോരായ്മയോട് പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ തീർച്ചയായിട്ടും അമ്മനോടും അച്ഛനോടും വാക്ക് കൊടുത്തേ. ഇപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഇറങ്ങിയ ഒരിത്. പല ആളുകൾ കുത്തുവാക്ക് പറഞ്ഞപ്പോഴും ഇവിടെ വരെ എത്തിക്കാൻ വിചാരിച്ചില്ല. സന്തോഷമുണ്ട്. അതാണ് ശരിക്കും മനാഫ്ക. പലരും എഴുതിക്കൊണ്ട്, ഒരുപാട് വാക്കുകൾ മനാഫ്കയെക്കുറിച്ച് എഴുതിക്കൊണ്ട്. കാരണം ഇതുപോലൊരു സുഹൃത്തുണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ തൊഴിൽ ചെയ്യാൻ പറ്റുക, അങ്ങനെ അർജുൻ സംബന്ധിച്ച ഒരുപാട് നീണ്ട കാത്തിരിപ്പ്, ചോദ്യങ്ങളുടെ ഉത്തരം, അതൊക്കെ വലിയ പ്രയാസമായിരുന്നു.